Good morning, children. നമ്മൾ ബോട്ടണിയിൽ ബയോടെക്നോളജിയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബയോടെക്നോളജിയുടെ ആദ്യ ചാപ്റ്ററായ പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൽ എന്താണ് ബയോടെക്നോളജി, എന്തൊക്കെ ടൂൾസ് ആണ് നമ്മൾ ബയോടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ ടൂൾസ് ആയിരുന്നു, എൻസൈംസ്, വെക്ടേഴ്സ്, കോമ്പീറ്റന്റ് ഹോസ്റ്റ്, അതുപോലെ തന്നെ ബയോടെക്നോളജിയുടെ പ്രോസസ്, എന്തൊക്കെ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ബയോടെക്നോളജി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഏതൊരു ടെക്നോളജി പഠിച്ചാലും നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻസ് കൂടെ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ഫീൽഡിൽ നമുക്ക് ബയോടെക്നോളജി അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ദ നെക്സ്റ്റ് ചാപ്റ്റർ, ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഏതൊക്കെ ഫീൽഡിലാണ് നമ്മൾ ബയോടെക്നോളജി അപ്ലൈ ചെയ്യുന്നത്? തെറാപ്യൂട്ടിക്സ്, ഡയഗ്നോസ്റ്റിക്സ്, അതെല്ലാം മെഡിക്കൽ ഫീൽഡുകളാണ്. ദെൻ GMOs ഫോർ അഗ്രികൾച്ചർ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നു. ദെൻ ഫുഡ് പ്രോസസ്സിംഗ്, ബയോ റെമഡിയേഷൻ, വേസ്റ്റ് ട്രീറ്റ്മെന്റ്, എനർജി പ്രൊഡക്ഷൻസ്. ഈ ഫീൽഡുകളിലൊക്കെ തന്നെ ബയോടെക്നോളജി റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ ഏതൊക്കെ ക്രിട്ടിക്കൽ റിസർച്ച് ഏരിയാസ് ആണ് ബയോടെക്നോളജിയിലുള്ളത്? The first one is providing the best catalyst in the form of improved organisms. ബയോടെക്നോളജിയുടെ ഏതൊരു പ്രോസസ് നടക്കണമെങ്കിലും നമുക്ക് എൻസൈംസ് ആവശ്യമുണ്ട്. ആ എൻസൈംസിനെ ഒരു ഇംപ്രൂവ്ഡ് മൈക്രോബ്സിന്റെ ഫോമിലോ അല്ലെങ്കിൽ പ്യുവർ എൻസൈമിന്റെ ഫോമിലോ പ്രൊവൈഡ് ചെയ്യുക. ദ സെക്കൻഡ് വൺ ഇസ് ഇങ്ങനെ കിട്ടുന്ന എൻസൈംസ്, കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഇങ്ങനെ കിട്ടുന്ന എൻസൈംസിന് ആക്ട് ചെയ്യാനായിട്ട് ഒരു ഓപ്റ്റിമൽ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുക ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ്. The third one is downstream processing. ബയോടെക്നോളജിയുടെ എല്ലാ പ്രോസസ്സുകളും കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഒരു പ്രോഡക്റ്റ് കിട്ടണം. ആ പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ അതിനെ പ്യൂരിഫൈഡ് ഫോമിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് ടെക്നോളജീസ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഈ ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. These are the three critical research areas in biotechnology. ഈ ചാപ്റ്ററിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി ആണ് പഠിക്കാനുള്ളത്. 3 ഫീൽഡിലായിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻസ് പഠിക്കുന്നത്. ദ ഫസ്റ്റ് വൺ ഇസ് അഗ്രികൾച്ചർ, സെക്കൻഡ് മെഡിസിൻ, തേർഡ് ഇസ് ട്രാൻസ്ജീനിക് ആനിമൽസ്. ഫസ്റ്റ് നമുക്ക് നോക്കാം ആപ്ലിക്കേഷൻസ് ഇൻ അഗ്രികൾച്ചർ. കൃഷിയിൽ നമുക്ക് ബയോടെക്നോളജി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അഗ്രികൾച്ചർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻക്രീസ് ദ ഫുഡ് പ്രൊഡക്ഷൻ. അപ്പൊ ആ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ചെയ്തു വന്ന രീതികൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് പരിചയപ്പെടാം. ദ ഫസ്റ്റ് വൺ ഇസ് അഗ്രോ കെമിക്കൽ ബേസ്ഡ് അഗ്രികൾച്ചർ. ഇത് നമ്മുടെ ഗ്രീൻ റെവല്യൂഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു മെത്തേഡാണ്. ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് കെമിക്കൽ പെസ്റ്റിസൈഡുകളും കെമിക്കൽ ഇൻസെക്ടിസൈഡുകളും ഫെർട്ടിലൈസേഴ്സും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അഗ്രികൾച്ചറിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. The second one is organic agriculture. Organic agriculture എന്ന് പറഞ്ഞാൽ ജൈവ കൃഷി രീതി, ജൈവ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതി. The third one is genetically engineered crop based agriculture. അവിടെയാണ് നമ്മൾ ബയോടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ട് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്തത്. We are calling it as GMOs. GMOs means genetically modified organisms. Organisms എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ്, ബാക്ടീരിയ, ഫംഗൈ, ആനിമൽസ് ഏതുമാവാം. എന്താണ് അതിന് ചെയ്യുന്നത്? ഹൂസ് ജീൻസ് ഹാവ് ബീൻ ഓൾട്ടേർഡ്. അതിന്റെ ജീനിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടാൻ വേണ്ടി, നല്ല റിസൾട്ടുകൾ കിട്ടാൻ വേണ്ടി അതിന്റെ നോർമൽ ആയിട്ടുള്ള ജീനിനെ മോഡിഫൈ ചെയ്യുന്നു. അങ്ങനെ മോഡിഫൈ ചെയ്തെടുത്ത ഓർഗാനിസത്തിനെ വി ആർ കോളിംഗ് ഇറ്റ് ആസ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്. ഇങ്ങനെ ബയോടെക്നോളജി വഴി ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും. എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്ന് നോക്കാം. The first one is these crops are more tolerant to abiotic stresses. എബയോട്ടിക് സ്ട്രെസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് ജീവിക്കുന്ന ചുറ്റുപാടിൽ അത് ഒരുപാട് സ്ട്രെസ്സുകളെ നേരിടാം. നല്ല തണുപ്പായിരിക്കാം, നല്ല ചൂടായിരിക്കാം, വരൾച്ചയായിരിക്കാം, സലൈനിറ്റി ആയിരിക്കാം. ഏത് സ്ട്രെസ്സുകളാണെങ്കിലും അതിനെയെല്ലാം
ടോളറേറ്റ് ചെയ്യാൻ ഈ ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സിന് സാധിക്കുന്നുണ്ട്. The second is to reduce the use of chemical pesticides. ഈ പ്ലാന്റ് തന്നെ ഒരു ബയോ പെസ്റ്റിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ആ പ്ലാന്റിൽ തന്നെ ഉണ്ടെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡിന്റെ യൂസുകൾ കുറയ്ക്കാം, നമുക്ക് എൻവയോൺമെന്റിനെ നശിപ്പിക്കാതിരിക്കാം. The third one is to reduce the post-harvest loss. കൃഷി വിളവെടുത്തതിന് ശേഷം ഉണ്ടാവുന്ന നഷ്ടങ്ങളെ കുറയ്ക്കാനായിട്ട് ഈ GMOs ക്രോപ്സിന് സാധിക്കുന്നുണ്ട്. It increases the efficiency of mineral usage of plants. പ്ലാന്റ്സിന്റെ മിനറൽസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതിന്റെ യൂസ് ചെയ്യുന്ന എഫിഷ്യൻസി കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ സോയിലിലുള്ള ഫെർട്ടിലിറ്റി അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, ഇറ്റ് എൻഹാൻസസ് ദ ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫുഡ്. ഫുഡിന്റെ ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ദ റൈസ് എൻറിച്ച്ഡ് വിത്ത് വൈറ്റമിൻ എ. ഇറ്റ് ഇസ് നോൺ ആസ് ഗോൾഡൻ റൈസ്. റൈസിൽ നോർമലി കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലുള്ളത്. ഇവിടെ വൈറ്റമിൻ എ കൂടെ ഉള്ള ഒരു റൈസ് വെറൈറ്റി ബയോടെക്നോളജി വഴി ഡെവലപ്പ് ചെയ്തെടുത്തു. Next is to create tailor-made plans to supply alternative resources to industries. Tailor-made plans എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോടെക്നോളജി വഴി ഏതെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി വളർത്തിയെടുക്കുന്ന പ്ലാന്റുകളെയാണ് നമ്മൾ tailor-made പ്ലാന്റ് എന്ന് വിളിക്കുക. ചില ഇൻഡസ്ട്രീസിൽ സ്റ്റാർച്ച്, ഫ്യൂൽ, ഫാർമസ്യൂട്ടിക്കൽസ് പോലെയുള്ള ഇൻഡസ്ട്രീസിൽ റിസോഴ്സുകളായിട്ട് ഈ പ്ലാന്റുകളെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പ്ലാന്റുകളെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബയോടെക്നോളജി യൂസ് ചെയ്യുന്നു. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്. ബയോടെക്നോളജിക്കൽ അപ്ലിക്കേഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത് പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റുകളെ കുറിച്ചാണ്. എന്താണ് പെസ്റ്റ്? കീടങ്ങൾ. കീടങ്ങളെ റെസിസ്റ്റ് ചെയ്യാൻ, തടയാൻ കഴിവുള്ള പ്ലാന്റ്സ്. അവയെ നമുക്ക് ബയോ പെസ്റ്റിസൈഡ്സ് എന്നും വിളിക്കാം. എന്താണ് ബയോ പെസ്റ്റിസൈഡ്സ്? ദ ലിവിംഗ് ഓർഗാനിസം ആക്ടിങ് ആസ് ദ പെസ്റ്റിസൈഡ്സ്. ഒരു ലിവിംഗ് ഓർഗാനിസത്തിന് തന്നെ പെസ്റ്റുകളെ തടയാനുള്ള കഴിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അവയെ നമുക്ക് ബയോ പെസ്റ്റിസൈഡ്സ് എന്ന് വിളിക്കാം. ഈ ബയോ പെസ്റ്റിസിഡൽ ആക്ടിവിറ്റീസ് പ്ലാന്റുകൾ തന്നെ ബയോടെക്നോളജി വഴി കാണിക്കുന്നു. അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇറ്റ് ഡിക്രീസസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ്. കെമിക്കൽ പെസ്റ്റിസൈഡുകളുടെയും കെമിക്കൽ ഇൻസെക്ടിസൈഡുകളുടെയും യൂസിനെ നമുക്കിവിടെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത കുറച്ച് പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ് BT കോട്ടൺ, BT കോൺ, ചില റൈസ്, ടൊമാറ്റോ, പൊട്ടാറ്റോ, സോയാബീൻ വെറൈറ്റികൾ. ഇതെല്ലാം ബയോടെക്നോളജി വഴി ഡെവലപ്പ് ചെയ്തെടുത്ത പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ്സ് ആണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് BT കോട്ടൺ ആണ്. കോട്ടൺ നമുക്കറിയാം, പരുത്തിച്ചെടി. BT കോട്ടൺ. BT എവിടെ നിന്നാണ് ഈ പേര് വന്നതെന്ന് നോക്കാം. ഒരു ബാക്ടീരിയയുടെ പേരിൽ നിന്നാണ് BT വന്നിരിക്കുന്നത്. ദ ബാക്ടീരിയ കോൾഡ് ബാസില്ലസ് തുറിഞ്ചിയൻസിസ്. ഈ ബാസില്ലസ് തുറിഞ്ചിയൻസിന്റെ ബിയും ടിയും ചേർന്നാണ് BT എന്നുള്ള പേര് വന്നത്. ബാസില്ലസ് തുറിഞ്ചിയൻസിസ് ഇസ് ആക്ടിങ് ആസ് എ ബയോപെസ്റ്റിസൈഡ്. ഇതിനൊരു പെസ്റ്റിസിഡൽ ആക്ടിവിറ്റി ഉണ്ട്. അത് ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബാക്ടീരിയ ഒരു പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ക്രിസ്റ്റൽ പ്രോട്ടീനിന് ചില ഇൻസെക്റ്റുകളെ കൊല്ലുവാനുള്ള കഴിവുണ്ട്. കോളിയോപ്റ്റീറൻസ്, ലെപ്പിഡോപ്റ്റീറൻസ്, ഡിപ്റ്റീറൻസ് എന്നൊക്കെ പറയുന്ന ഇൻസെക്റ്റുകളെ കൊല്ലുവാനുള്ള കഴിവ് ഈ പ്രോട്ടീനിന് ഉണ്ട്. ഇത് എങ്ങനെയാണ് ആ ഒരു ഇൻസെക്റ്റില് ഈ പ്രോട്ടീൻ ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ബാസില്ലസ് തുറിഞ്ചിയൻസിസ് അതിന്റെ ലൈഫ് സൈക്കിളിൽ ഒരു പ്രത്യേക സ്റ്റേജിൽ ഒരു ക്രിസ്റ്റൽ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ക്രിസ്റ്റൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇൻസെക്ട് പെസ്റ്റുകൾക്ക് ടോക്സിക് ആണ്. അത് ബാക്ടീരിയയുടെ ഉള്ളിൽ ഇനാക്റ്റീവ് ഫോമിലാണ് കാണുന്നത്. ബാക്ടീരിയയ്ക്ക് അത് ഇനാക്റ്റീവ് ഫോമിലായതുകൊണ്ട് ബാക്ടീരിയയ്ക്ക് അതൊരു കുഴപ്പവും ഉണ്ടാക്കില്ല. പക്ഷേ ഈ ഇനാക്റ്റീവ് ഫോമിലുള്ള ടോക്സിൻ ഇൻസെക്റ്റിന്റെ ഗട്ട് റീജിയനിൽ എത്തുകയാണെങ്കിൽ ആ ഗട്ട് റീജിയനിൽ ആ പ്രോടോക്സിൻ എന്തായിട്ട് മാറും? ആക്റ്റീവ് ടോക്സിൻ ആയിട്ട് മാറും. അതിന് കാരണം ഇൻസെക്റ്റിന്റെ ഗട്ട് റീജിയൻ ആൽക്കലൈൻ pH ആണ്. ആൽക്കലൈൻ pHല് ഈ ഇനാക്റ്റീവ് ഫോമിലുള്ള പ്രോടോക്സിൻ
ആക്റ്റീവ് ഫോമിലേക്ക് മാറുന്നു. ആ ആക്റ്റീവ് ടോക്സിൻ ഈ ഇൻസെക്റ്റിന്റെ മിഡ്ഗട്ടില് എപ്പിത്തീലിയൽ സെൽസിൽ അറ്റാച്ച് ചെയ്യും. എപ്പിത്തീലിയൽ സെൽസിൽ ചെറിയ ചെറിയ പോഴ്സ് ഉണ്ടാക്കും. പോഴ്സ് മീൻസ് സുഷിരങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ആ ഗട്ട് റീജിയൻ മുഴുവനും സ്വെല്ല് ചെയ്യും, അവസാനം നശിച്ചു പോവും. ഫൈനലി ആ ഇൻസെക്റ്റ് തന്നെ അവിടെ നശിച്ചു പോകും. ദിസ് ഇസ് ദ ആക്ഷൻ ഓഫ് ബാസിലസ് തുറിഞ്ചിയൻസിസ്. ബാസിലസ് തുറിഞ്ചിയൻസിസിലുള്ള ഈ ഒരു ക്യാരക്ടർ നമ്മളൊരു ക്രോപ്പിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ ക്രോപ്പിന് തന്നെ ആ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് വരും. ബാസിലസ് തുറിഞ്ചിയൻസിസിൽ ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നുണ്ട്. ആ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനുകളെ വിളിക്കുന്നത് ക്രൈജീൻസ് എന്നാണ്. പ്രോട്ടീനുകൾ ക്രിസ്റ്റൽ പ്രോട്ടീനുകളായിരുന്നു. ആ ക്രിസ്റ്റലിൽ നിന്നാണ് ആ ക്രൈജീൻസ് എന്നുള്ള പേര് വന്നത്. അപ്പൊ ആ ക്രൈജീൻസിനെ നമ്മൾ ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു വെക്റ്റർ വഴി, അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് പോലെയുള്ള വെക്റ്റർ വഴി അതിനെ കോട്ടൺ പ്ലാന്റിലോട്ട് ഇൻഫെസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പൊ കോട്ടൺ പ്ലാന്റിൽ ആരുണ്ട്? ക്രൈജീൻസ് ഉണ്ട്. ക്രൈജീൻസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആ ക്രിസ്റ്റൽ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ആ ഇൻസെക്റ്റ് വന്ന് കോട്ടൺ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ ക്രിസ്റ്റൽ പ്രോട്ടീൻ ഇൻസെക്റ്റിന്റെ ഉള്ളിലേക്ക് കിടക്കും. ഇൻസെക്റ്റിന്റെ ഗട്ടിൽ അത് ആക്റ്റീവ് ടോക്സിൻ ആയിട്ട് മാറും. അത് ഇൻസെക്റ്റിനെ കൊല്ലുന്നു. ഈ ടോക്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ BT ടോക്സിൻസ് എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആണ്. ഒരുപാട് തരത്തിലുള്ള ക്രൈജീൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് 3 തരത്തിലുള്ള ക്രൈജീൻസ് ആണ്. ഓരോ ക്രൈജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനും ഓരോ ഇൻസെക്റ്റിന് സ്പെസിഫിക് ആണ്. ഇവിടെ 3 തരത്തിലുള്ള ക്രൈജീൻസ് ആണ് നമ്മൾ പറയുന്നത്. Cry1AC, Cry2AB, Cry1AB. ഇതില് Cry1AC, Cry2AB പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസ് കോട്ടൺ ബോൾവേം എന്ന് പറയുന്ന ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. Cry1AB പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ കോൺ ബോറർ എന്ന് പറയുന്ന ഇൻസെക്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഇങ്ങനെ ബാസിലസ് തുറിഞ്ചിയൻസിസിൽ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ പ്ലാന്റിൽ ഡെവലപ്പ് ചെയ്തെടുത്തു ബൈ ട്രാൻസ്ഫറിംഗ് ദ ജീൻ ഓഫ് ബാസിലസ് തുറിഞ്ചിയൻസിസ് ഇൻ ടു ദ ക്രോപ്പ്. ദിസ് ഇസ് BT cotton. അപ്ലിക്കേഷൻസ് ഓഫ് ബയോടെക്നോളജി ഇൻ അഗ്രികൾച്ചർ. നമ്മൾ രണ്ടാമത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ടൊബാക്കോ പ്ലാന്റിനെ കുറിച്ചാണ്. നെമാറ്റോഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റ്. ഈ ടൊബാക്കോ പ്ലാന്റിനെ എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നെമാറ്റോഡ് ഉണ്ട്. ദാറ്റ് ഇസ് നോൺ ആസ് മെലോയിഡിഗൈൻ ഇൻകോഗ്നേഷ്യ. ഈ മെലോയിഡിഗൈൻ ഇൻകോഗ്നേഷ്യ ഫൈലം ആഷൽമിന്തസിൽ വരുന്ന ഒരു നെമാറ്റോഡാണ്. റൗണ്ട് വേം ആണ് ഇവിടെ കാണുന്നുണ്ട്. അത് ഈ ടൊബാക്കോ പ്ലാന്റിന്റെ റൂട്ടിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. റൂട്ടിൽ അത് ഇൻഫെക്ട് ചെയ്തിട്ട് റൂട്ടിൽ റൂട്ട് നോട്ട് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കുന്നു. റൂട്ട് നോട്ട് ഉണ്ടാകുന്നതോടെ ഈ റൂട്ടിന് വാട്ടർ ആൻഡ് മിനറൽസിനെ ഒന്നും അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വാട്ടറും മിനറൽസും ഒക്കെ കുറയുമ്പോൾ ആ പ്ലാന്റിന്റെ എല്ലാ വൈറ്റൽ ആക്ടിവിറ്റീസിനെയും അത് തടസ്സപ്പെടുത്തുന്നു. ദാറ്റ് വിൽ ലീഡ് ടു ദ റിഡക്ഷൻ ഇൻ ദ ഈൽഡ്. അതിന്റെ ഈൽഡും അവിടെ കുറയുന്നു. ബയോടെക്നോളജി വഴി ഈ നെമാറ്റോഡിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഈ പ്ലാന്റിൽ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തു. അതിന് അഡോപ്റ്റ് ചെയ്ത മെത്തേഡാണ് RNA ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. RNA ഇന്റർഫിയറൻസ് ഓർ RNAi. ഇന്റർഫിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടപെടുക. ഇടപെട്ടുകൊണ്ട് RNAയുടെ ആക്ടിവിറ്റീസിനെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ RNAനെ തന്നെ സൈലൻസ് ചെയ്തു. സോ ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് RNA സൈലൻസിങ്. RNA സൈലൻസിങ് എന്നും അതിനെ അറിയപ്പെടുന്നുണ്ട്. നോർമലി യുകാരിയോട്ടിക് സെല്ലിൽ ഒരു സെല്ലുലാർ ഡിഫൻസ് ആയിട്ട് ഈ ഒരു മെത്തേഡ് നടക്കുന്നുണ്ട്. RNAi എന്ന് പറയുന്നത്, RNA ഇന്റർഫിയറൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ്. ആ പ്രോസസ്സിനെ നമ്മൾ ഈ ഒരു ബയോടെക്നോളജി വഴി ഈ ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്തെടുത്തു. അത് എങ്ങനെയാണെന്ന് നോക്കാം. RNA ഇന്റർഫിയറൻസ് എന്താണ് എന്ന് അറിയുന്നതിന് മുന്നേ നമുക്കൊരു ചെറിയ കൺസെപ്റ്റ് മനസ്സിലാക്കണം. ദാറ്റ് ഇസ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് DNA ആണ്. DNA എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നത്? ത്രൂ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്തുകൊണ്ടാണ് DNA ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യുന്നത്. അതൊരു സിംഗിൾ പ്രോസസ് അല്ല. പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത് 2 സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ.
ദ ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു DNA ആണുള്ളത്. ആ ഡബിൾ സ്ട്രാൻഡഡ് DNA സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതിലെ ഒരു DNA സ്ട്രാൻഡിൽ നിന്ന് മെസ്സേജുകൾ മെസ്സഞ്ചർ RNAയിലേക്ക് കോഡ് ചെയ്യപ്പെടുന്നു. ഏത് DNAയുടെ സ്ട്രാൻഡിൽ നിന്നാണോ RNA ഉണ്ടാകുന്നത് അതിനെ നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നാണ് പറയുന്നത്. ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നുണ്ടാകുന്ന RNAനെ നമ്മൾ സെൻസ് സ്ട്രാൻഡ് അല്ലെങ്കിൽ സെൻസ് RNA എന്ന് വിളിച്ചു. That process is known as transcription. എന്താണ്? The message is coding from the DNA to mRNA. It is known as transcription. അങ്ങനെ സിംഗിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള mRNA ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ റൈബോസോമുകളും ട്രാൻസ്ഫർ RNAയും അറ്റാച്ച് ചെയ്ത് പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ട്രാൻസ്ലേഷൻ എന്ന് വിളിച്ചത്. ഏതൊരു മെറ്റബോളിസം നടക്കണമെങ്കിലും വൈറ്റൽ ആക്ടിവിറ്റീസ് നടക്കണമെങ്കിലും നമുക്ക് ഈ പ്രോട്ടീൻ സിന്തസിസ് സാധ്യമാകണം. ഇനി RNA ഇന്റർഫിയറൻസിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ RNAയുടെ ആക്ടിവിറ്റിയിൽ ഇന്റർഫിയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇന്റർഫിയർ ചെയ്യാൻ പറഞ്ഞാൽ എന്താണ്? ഇടപെടുക. എങ്ങനെയാണ് ഇടപെടുന്നത്? ഈ RNA സിംഗിൾ സ്ട്രാൻഡഡ് ആണെങ്കിൽ മാത്രമേ ഇവിടെ പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാവുന്നുള്ളൂ. ഈ RNA ഡബിൾ സ്ട്രാൻഡഡ് ആക്കി മാറ്റിയാൽ, ഈ RNAനെ നമ്മൾ ഡബിൾ സ്ട്രാൻഡഡ് ആക്കി മാറ്റുകയാണെങ്കിൽ എന്ത് സാധ്യമല്ല? ഇവിടെ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നത് സാധ്യമല്ല. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? RNA ഇന്റർഫിയറൻസ് എന്ന് വിളിച്ചത്. ഇവിടെ എന്ത് ചെയ്തു? RNAനെ സൈലൻസ് ചെയ്തു. സൈലൻസ് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ പ്രോസസ്സിനെ എന്തുകൂടെ പറയുന്നുണ്ട്? RNA സൈലൻസിങ് എന്നുകൂടെ പറയാറുണ്ട്. This process is also known as RNA silencing. ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA എങ്ങനെ സിന്തസൈസ് ചെയ്യാം? ഇവിടെ നമുക്ക് DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്. അതിൽ ഒരു സ്ട്രാൻഡിൽ നിന്ന്, ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ നിന്നാണ് നമുക്ക് സെൻസ് RNA ഉണ്ടായിട്ടുള്ളത്. അതിന് ഒരു സ്ട്രാൻഡും കൂടിയുണ്ട്. ആ സ്ട്രാൻഡിനെ നമ്മൾ കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുക. ആ കോഡിംഗ് സ്ട്രാൻഡിൽ നിന്നും ഒരു RNA ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് ആന്റിസെൻസ് RNA എന്ന് വിളിക്കാം. അപ്പോൾ രണ്ട് സ്ട്രാൻഡിൽ നിന്നും mRNA ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രണ്ട് mRNAയും കോംപ്ലിമെന്ററി ആയിരിക്കും. അത് രണ്ടും കോംപ്ലിമെന്ററി ആണെങ്കിൽ അത് രണ്ടും കൂടെ പെയർ ചെയ്യും. അപ്പോൾ ഇവിടെ സെൻസ് സ്ട്രാൻഡും ആന്റിസെൻസ് സ്ട്രാൻഡും കൂടെ പെയർ ചെയ്തുകൊണ്ട് ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടായി. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNAയിൽ നിന്ന് എന്തുണ്ടാവുന്നില്ല? പ്രോട്ടീൻ ഉണ്ടാകുന്നില്ല. സിംഗിൾ സ്ട്രാൻഡഡ് ആണെങ്കിൽ മാത്രമേ പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാവുന്നുള്ളൂ. ഡബിൾ സ്ട്രാൻഡഡ് ആണെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് സാധ്യമല്ല. ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഒരു യൂക്കാരിയോട്ടിക് സെല്ലിൽ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു യൂക്കാരിയോട്ടിക് സെല്ലിൽ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA ഉണ്ട്. ആ ഡബിൾ സ്ട്രാൻഡഡ് DNAയിൽ നിന്ന് ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവുന്നു. ഈ ഡബിൾ സ്ട്രാൻഡഡ് RNAനെ ഡൈസർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. ആ ഡൈസർ എന്ന് പറയുന്ന പ്രോട്ടീൻസ് ഈ ഡബിൾ സ്ട്രാൻഡഡ് RNAനെ കട്ട് ചെയ്ത് സ്മോൾ പീസസ് ആക്കി മാറ്റി. ഓരോരോ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റി. അതിനെ നമ്മൾ siRNA എന്നാണ് പറയുക. siRNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഇന്റർഫിയറിംഗ് RNA. ഈ siRNA ഒരു റിസ്ക് കോംപ്ലക്സുമായിട്ട് അറ്റാച്ച് ചെയ്യും. റിസ്ക് എന്ന് പറഞ്ഞാൽ RNA ഇൻഡ്യൂസ്ഡ് സൈലൻസിങ് കോംപ്ലക്സ്. ഈ റിസ്ക് കോംപ്ലക്സുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ഈ ഡബിൾ സ്ട്രാൻഡഡ് RNAയിൽ ഇപ്പൊ ഏതൊക്കെ സ്ട്രാൻഡുകളുണ്ട്? സെൻസ് സ്ട്രാൻഡും ഉണ്ട്, ആന്റിസെൻസ് സ്ട്രാൻഡും ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ആന്റിസെൻസ് സ്ട്രാൻഡ് മാത്രമാണ്. ആ ആന്റിസെൻസ് സ്ട്രാൻഡിനെ മാത്രം റിസ്ക് കോംപ്ലക്സിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് സെൻസ് സ്ട്രാൻഡ് ഇതിൽ നിന്ന് സെപ്പറേറ്റഡ് ആവും. ഇനി ഇവിടെ ഒരു mRNA സിന്തസിസ് നടക്കുമ്പോൾ, ഈ mRNA എന്ന് പറയുന്ന സെൻസ് സ്ട്രാൻഡ് ആണ് അല്ലെ. ഈ സെൻസ് സ്ട്രാൻഡിൽ കോംപ്ലിമെന്ററി ആണ് ഈ RNAയുടെ ആന്റിസെൻസ് സ്ട്രാൻഡ് എങ്കിൽ ഈ RNA എവിടെ വന്ന് അറ്റാച്ച് ചെയ്യും? ഈ സെൻസ് സ്ട്രാൻഡിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു RNA ഫോം ചെയ്തു. ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള mRNA ഫോം ചെയ്തു കഴിഞ്ഞാൽ അവിടുന്ന് പ്രോട്ടീൻ സിന്തസിസ് നടക്കില്ല. അപ്പൊ ആ mRNA ഡീഗ്രേഡ് ചെയ്യപ്പെടും. ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ബയോടെക്നോളജിയിൽ അപ്ലൈ ചെയ്തത്. RNA ഇന്റർഫിയറൻസിലൂടെ ടൊബാക്കോ പ്ലാന്റ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടൊബാക്കോ പ്ലാന്റ്സിനെ ഡെവലപ്പ് ചെയ്തെടുത്തു. RNA ഇന്റർഫിയറൻസ് എന്ന് പറയുന്ന
പ്രോസസ്സ് ബയോടെക്നോളജിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു പെസ്റ്റ് റെസിസ്റ്റന്റ് ടൊബാക്കോ പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു നെമാറ്റോഡ് സ്പെസിഫിക് ജീൻ ആവശ്യമുണ്ട്. നെമാറ്റോഡ് സ്പെസിഫിക് ജീൻ ഓർ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DNA ഈ നെമാറ്റോഡിന്റെ ഏതോ ഒരു വൈറ്റൽ ആക്ടിവിറ്റിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. അതിന്റെ ജീവനെ തന്നെ നിലനിർത്തുന്ന ഒരു ആക്ടിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന DNA നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ DNA നമ്മൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിളിച്ചു. ആ DNA നമ്മൾ ഹോസ്റ്റ് പ്ലാന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഏതാണ് ഇവിടുത്തെ ഹോസ്റ്റ് പ്ലാന്റ്? ടൊബാക്കോ. ടൊബാക്കോയിലോട്ട് നെമാറ്റോഡിന്റെ DNA ട്രാൻസ്ഫർ ചെയ്തു. DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്. അതുകൊണ്ട് 2 സ്ട്രാൻഡിൽ നിന്നും എന്തുണ്ടായി? RNA ഉണ്ടായി. അങ്ങനെ ഉണ്ടായിട്ടുള്ള RNA നമ്മൾ എന്ത് വിളിച്ചു? സെൻസ് സ്ട്രാൻഡ് എന്നും ആന്റി സെൻസ് സ്ട്രാൻഡ് എന്നും വിളിച്ചു. സെൻസ് RNAയും ഉണ്ടായി, ആന്റി സെൻസ് RNAയും ഉണ്ടായി ഹോസ്റ്റ് സെല്ലിന്റെ ഉള്ളിൽ. ഈ സെൻസ് സ്ട്രാൻഡും ആന്റി സെൻസ് സ്ട്രാൻഡിന്റെ പ്രത്യേകത എന്താ? ദേ ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അതുകൊണ്ട് തന്നെ അത് പെയർ ചെയ്യുന്നു. പെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടായി? ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള ഒരു RNA ഉണ്ടായി. ഡബിൾ സ്ട്രാൻഡഡ് RNAയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, വേറെ 2 സോഴ്സിൽ നിന്ന് കൂടെ ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടാവാം. ദാറ്റ് ഇസ് one from an infection by the RNA viruses or the second one from the mobile genetic elements or transposons. വൈറസുകളിൽ RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ ആ വൈറസുകൾ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNA സെല്ലിലോട്ട് എൻ്റർ ചെയ്യാം. അത് RNA ഇന്റർഫിയറൻസിന് കാരണമാകാം. The second, mobile genetic elements or transposons. Transposons എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പിങ് ജീൻസ് ആണ്. അതിന്റെ റെപ്ലിക്കേഷന് ഒരു RNA ഇന്റർമീഡിയറ്റ് ആവശ്യമുണ്ട്. അതും ഒരു ഡബിൾ സ്ട്രാൻഡഡ് RNAയുടെ സോഴ്സ് ആണ്. സോ ഇപ്പോൾ നമ്മുടെ ഹോസ്റ്റ് സെല്ലിലെ ടൊബാക്കോ പ്ലാന്റില് ഡബിൾ സ്ട്രാൻഡഡ് RNA റെഡിയാണ്. ഈ നെമാറ്റോഡ് ടൊബാക്കോ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് നോക്കാം. ടൊബാക്കോ പ്ലാന്റിന്റെ ഉള്ളിൽ നെമാറ്റോഡ് സ്പെസിഫിക് DNA ഉണ്ട്. അതിൽ നിന്ന് ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടായി. ആ ഡബിൾ സ്ട്രാൻഡഡ് RNA ഡൈസർ പ്രോട്ടീന്റെ സഹായത്തോടെ കട്ട് ചെയ്തിട്ട് siRNAs ഉണ്ടായി. സ്മോൾ ഇന്റർഫിയറിംഗ് RNAs ഉണ്ടായി. ഇതേ സമയം നെമാറ്റോഡ് വരുന്നു, പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഈ പ്ലാന്റിന്റെ സെല്ലിൽ നിന്ന് സെൽ സാപ്പ് സക്ക് ചെയ്യുന്നു. സെൽ സാപ്പ് നെമാറ്റോഡിന്റെ ഉള്ളിൽ കിടക്കുന്നതിന്റെ കൂടെ ആരും കൂടെ എൻ്റർ ചെയ്യും? ഈ siRNAസും കൂടെ എൻ്റർ ചെയ്യും. siRNAs നെമാറ്റോഡിന്റെ ഉള്ളിൽ റിസ്ക് കോംപ്ലക്സുമായിട്ട് അറ്റാച്ച് ചെയ്ത് അത് സെൻസ് സ്ട്രാൻഡും ആന്റി സെൻസ് സ്ട്രാൻഡുമായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അതേസമയം നെമാറ്റോഡിന്റെ ഉള്ളിൽ DNAയിൽ നിന്ന് ആരുണ്ടായി? mRNA ഉണ്ടായി. ഈ mRNAക്ക് കോംപ്ലിമെന്ററി ആണ് ഈ റിസ്ക് കോംപ്ലക്സിന്റെ കൂടെയുള്ള ഈ ആന്റിസെൻസ് RNA. അപ്പോൾ ഈ ആന്റിസെൻസ് RNA ഈ mRNAയുമായി കോംപ്ലിമെന്ററി ആണെങ്കിൽ അത് തമ്മിൽ പെയർ ചെയ്യും. പെയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള RNA ഉണ്ടായി. അങ്ങനെ നെമാറ്റോഡിന്റെ mRNAനെ അവിടെ സൈലൻസ് ചെയ്തു. നെമാറ്റോഡിന്റെ mRNA സൈലൻസ് ചെയ്തു കഴിഞ്ഞാൽ ആ mRNA എന്ത് പ്രൊഡ്യൂസ് ചെയ്യില്ല? പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ല. പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ നെമാറ്റോഡിന്റെ വൈറ്റൽ ആക്ടിവിറ്റിയെ തന്നെ അവിടെ ഡിസ്റപ്റ്റ് ചെയ്തു, തടസ്സപ്പെടുത്തി. ആ വൈറ്റൽ ആക്ടിവിറ്റി നടക്കാണ്ടായാൽ എന്ത് സംഭവിക്കും? നെമാറ്റോഡ് നശിച്ചു പോകും. So here the tobacco plant itself acting as the biopesticide. അത് ആ പ്ലാന്റ് തന്നെ ആ നെമാറ്റോഡിൽ നിന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. Applications of biotechnology in medicine. മെഡിക്കൽ ഫീൽഡിൽ ബയോടെക്നോളജി എങ്ങനെ അപ്ലൈ ചെയ്യാം? റീകോംബിനന്റ് DNA ടെക്നോളജി വഴി ഒരുപാട് മരുന്നുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ മരുന്നുകളൊക്കെ തന്നെ വളരെ സേഫ് ആണ്, എഫക്റ്റീവ് ആണ്. ആവശ്യമില്ലാത്ത ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസസോ അലർജിയോ ഒന്നും തന്നെ അത് ഉണ്ടാക്കുന്നില്ല. ഓൾമോസ്റ്റ് 30 റീകോംബിനന്റ് തെറാപ്യൂട്ടിക് ഡ്രഗ്സ് ആണ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ 12 എണ്ണം ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് 3 ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ, ജീൻ തെറാപ്പി ആൻഡ് മോളിക്കുലാർ ഡയഗ്നോസിസ്. ആദ്യത്തേത് ജനറ്റിക്കലി എഞ്ചിനീയർഡ് ഇൻസുലിൻ. ഇൻസുലിൻ എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഇസ് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ പാൻക്രിയാസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഇൻസുലിന്റെ കുറവ് മൂലം ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നു. ആ അസുഖത്തിനെ നമ്മൾ ഡയബറ്റിസ് എന്ന് വിളിച്ചു.
ആ ഡയബറ്റിസിനെ മാനേജ് ചെയ്യാനായിട്ട് ഇൻസുലിൻ നമ്മൾ മരുന്നായിട്ട് കൊടുക്കുന്നു. ആദ്യകാലങ്ങളിൽ ഈ ഇൻസുലിൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തത് കാറ്റിൽസിൽ നിന്നും പിഗ്സിൽ നിന്നുമായിരുന്നു. അങ്ങനെ എടുക്കുന്ന ഇൻസുലിൻസ് ആനിമൽ പ്രോട്ടീൻ ആയതുകൊണ്ട് ഒരു ഫോറിൻ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന അലർജികളും ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസുകളും ഒക്കെ അത് ഹ്യൂമൻ ബീയിങ്സിൽ ഉണ്ടാക്കി. അങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് ഹ്യൂമൻ ഇൻസുലിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൂടാ എന്ന് ചിന്തിച്ചു. അവിടെയാണ് ബയോടെക്നോളജിക്കൽ പ്രിൻസിപ്പിൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് ബാക്ടീരിയയിൽ നിന്ന് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിനു മുന്നേ ഇൻസുലിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊന്നറിയാം. ഇൻസുലിന്റെ സ്ട്രക്ചർ വന്നിട്ട് 2 പോളിപെപ്റ്റൈഡ് ചെയിനുകളാണ് ഒരു മെച്യൂർ ആയിട്ടുള്ള ഇൻസുലിനിൽ കാണാൻ സാധിക്കുക. 2 ചെയിനുകളുണ്ട്, ചെയിൻ എ ആൻഡ് ചെയിൻ ബി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെയിൻ എയും ചെയിൻ ബിയും ഉണ്ട്. അതിനെ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് ഒരു ഡൈസൾഫൈഡ് ബോണ്ടും ഉണ്ട്, 2 സൾഫർ മോളിക്യൂളുള്ള ഒരു ബോണ്ട്. ഇത് മെച്യൂർ ഇൻസുലിൻ ആണ്. പക്ഷേ ഹ്യൂമൻ ബീയിങ്സിൽ അല്ലെങ്കിൽ മാമൽസിൽ അറ്റ് ദ ടൈം ഓഫ് സിന്തസിസ്, അത് സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻസുലിൻ ഒരു പ്രോ ഹോർമോൺ സ്റ്റേജിലാണുള്ളത്. പ്രോ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഫുള്ളി ഡെവലപ്ഡ് അല്ലാത്ത ഹോർമോൺ, മെച്യൂർ അല്ലാത്ത ഹോർമോൺ. ആ പ്രോ ഹോർമോണിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇതാണ് ഒരു പ്രോ ഹോർമോൺ സ്ട്രക്ചർ. പ്രോ ഹോർമോണിൽ എ ചെയിനിന്റെയും ബി ചെയിനിന്റെയും ഇടയിൽ ഒരു സി പെപ്റ്റൈഡ് കാണുന്നുണ്ട്. പ്രോ ഹോർമോണിൽ ഇൻ ബിറ്റ്വീൻ എ ചെയിൻ ആൻഡ് ബി ചെയിൻ ദർ ഇസ് എ സി പെപ്റ്റൈഡ്. പക്ഷേ മെച്യൂർ ഇൻസുലിൻ പ്രോസസ് ചെയ്ത് വരുമ്പോൾ ഈ സി പെപ്റ്റൈഡിനെ റിമൂവ് ചെയ്യുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച് ആയിട്ട് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് ഉണ്ടായത്. റിക്കോംബിനന്റ് DNA ടെക്നോളജി വഴി ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ സി പെപ്റ്റൈഡിനെ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നവർ ചിന്തിച്ചു. അതിനും ഒരു സൊല്യൂഷൻ ഉണ്ടായി. ഇൻ 1983 എലി ലില്ലി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തെടുത്തു. അവര് ഈ ഒരു ചാലഞ്ചിനെ ഫേസ് ചെയ്തത് സെപ്പറേറ്റ് ആയിട്ട് എ ചെയിന്റെയും ബി ചെയിന്റെയും DNA സീക്വൻസുകളെ അവർ പ്രിപ്പയർ ചെയ്തു. എ ചെയിൻ്റെ പെർട്ടിക്കുലർ DNA സീക്വൻസും ബി ചെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന DNA സീക്വൻസും സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പ്ലാസ്മിഡ് വഴി അതിനെ ഈക്കോളൈ സെൽസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ആ ഈക്കോളൈ സെൽസ് എ ചെയിൻ പ്രൊഡ്യൂസ് ചെയ്തു, ബി ചെയിനും പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുത്ത എ ചെയിനെയും ബി ചെയിനെയും 2 ഡൈസൾഫൈഡ് ബോണ്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് അവർ ജോയിൻ ചെയ്ത് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ റീകോംബിനന്റ് DNA ടെക്നോളജി വഴി ഹ്യൂമൻ ഇൻസുലിൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചു. Okay children, that's about today's portion. Let's go through some questions. First one, which nematode causes root knot in tobacco? ഏത് നെമാറ്റോഡാണ് ടൊബാക്കോയിൽ റൂട്ട് നോട്ട് ഡിസീസ് ഉണ്ടാക്കുന്നത്? ആൻഡ് വിച്ച് സ്ട്രാറ്റജി ഈസ് യൂസ്ഡ് ടു റെസിസ്റ്റ് ദ ഇൻഫെസ്റ്റേഷൻ ഓഫ് നെമാറ്റോഡ് ഇൻ ടൊബാക്കോ പ്ലാന്റ്? ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ടൊബാക്കോ പ്ലാന്റിൽ ഈ നെമാറ്റോഡിനെ റെസിസ്റ്റ് ചെയ്തത്? ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് സ്റ്റാൻഡ്സ് ഫോർ BT ഇൻ BT കോട്ടൺ? BT കോട്ടണിൽ BT എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആൻഡ് which gene is responsible for the production of BT toxin? BT toxin produce ചെയ്യുന്ന ജീനിന്റെ പേര്. Third one, why did BT toxin does not kill the bacteria but only the insects? എന്തുകൊണ്ടാണ് BT toxin ബാക്ടീരിയയെ നശിപ്പിക്കാതെ അത് ഇൻസെക്റ്റുകളെ മാത്രം നശിപ്പിക്കുന്നത്? The fourth question, mention any 4 advantages of GMOs. Genetically modified organismത്തിന്റെ ഏതെങ്കിലും 4 advantages മെൻഷൻ ചെയ്യുക. Then fifth question, explain how was human insulin produced by Eli Lilly, an American company using recombinant DNA technology. Recombinant DNA technology യൂസ് ചെയ്തുകൊണ്ട് എലി ലില്ലി കമ്പനി എങ്ങനെയാണ് ഹ്യൂമൻ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തത്? സോ താങ്ക് യു.